എല്ലാവർക്കും ഒരു ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? പക്ഷേ എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ജോബിന് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് ഇപ്പോഴും പല ആൾക്കാർക്കും ഒരു ഐഡിയ ഇല്ല. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞിരുന്നത്. ഇറ്റ്സ് മീ സുഹൈല ഹാഷിം. പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് മോർ വാല്യുബിൾ ഇൻഫർമേഷൻ. എല്ലാ അക്കാദമീസും മാർക്കറ്റ് ചെയ്യുന്നത് കോഴ്സസ് ആണ് അല്ലേ? ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, പൈത്തൺ. നമ്മൾക്ക് തന്നെ പല കോഴ്സും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും വരാറുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി, BBA, BCom, BTech, ഇതൊക്കെ പല അക്കാദമീസും മാർക്കറ്റ് ചെയ്യുന്ന അവരുടെ പ്രൊഡക്ട്സ് ആണ്. നിങ്ങൾക്ക് എവിടുന്നെങ്കിലും സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങിനെ കുറിച്ച് ഒരു കോളോ അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഡെവലപ്പ് ചെയ്യുന്നുള്ള ഒരു കോള് വന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? കാരണം സോഫ്റ്റ് സ്കിൽസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു സോഫ്റ്റ് സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്താലല്ലേ നമുക്ക് ഈ പറഞ്ഞ സ്കിൽസ് ഒക്കെ കാണിച്ചു കൊടുത്തൊരു ജോലി കയറാൻ പറ്റും അല്ലേ? അപ്പോൾ സോഫ്റ്റ് സ്കിൽസിന് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്താണ് സോഫ്റ്റ് സ്കിൽ? സോഫ്റ്റ് സ്കിൽസ് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മുടെ ഒരു ജോബിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിനോ മറ്റുള്ളവരൊന്ന് കൺവിൻസ് ചെയ്ത് നമുക്കൊന്ന് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലിനെയാണ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്. ഞാൻ ഇതൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ ഒരു ഷോപ്പിൽ പോവാണ്, ഒരു പേസ്ട്രി ഷോപ്പിൽ പോവാണ്. അവിടെ നമ്മുടെ ഒരു പേസ്ട്രി കാണുന്ന സമയത്ത് ഞാൻ ആ പേസ്ട്രി ചൂസ് ചെയ്യണമെങ്കിൽ ആ പേസ്ട്രി കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കണം അല്ലേ? ആ പേസ്ട്രീൻ്റെ മേലൊരു ചെറി വേണം, അതിൻ്റെ ചുറ്റും നല്ല ഒരു ഡെക്കറേഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു പേസ്ട്രി വാങ്ങും. ആക്ച്വലി ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടല്ലോ, അതാണ് സോഫ്റ്റ് സ്കിൽസ്. അതിനുശേഷം ഞാൻ ആ പേസ്ട്രി കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് പിന്നെയും വാങ്ങും, അതല്ലെങ്കിൽ ഞാനത് കളയും. ഓക്കെ, അപ്പം ആ ഒരു സെലക്ഷൻ കിട്ടിയതിന് ശേഷമാണ് ആക്ച്വലി നിങ്ങളുടെ ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ഗ്രാഫിക് ഡിസൈനിങ്ങും ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഈ പ്രൊബേഷൻ പീരിയഡിൽ. ഫസ്റ്റ് നിങ്ങൾക്കൊരു ജോലിയിൽ കയറണമെങ്കിൽ ഈ പറയുന്ന ഇംപ്രഷൻ ഉണ്ടല്ലോ, ആ ഇംപ്രഷനാണ് ആക്ച്വലി ഈ പറയുന്ന സോഫ്റ്റ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾക്ക് ആരും പറഞ്ഞ് പഠിപ്പിച്ചു തരേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾക്കത് സ്വന്തമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, കേരളത്തിലൊരു ഗ്രാമത്തിൽ ഒരു കുട്ടി പഠിച്ചു, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചെന്ന് കമ്പനീസ് എങ്ങനെയാണ് അറിയുന്നത്? ആ കുട്ടിയുടെ CV ത്രൂ ആണ്. അപ്പോൾ ആ CV പ്രിപ്പറേഷനും അതുപോലെ തന്നെ ആ CVയിൽ എന്തൊക്കെ ആഡ് ചെയ്യണം, ഇത് ആക്ച്വലി ഒരു സോഫ്റ്റ് സ്കില്ലാണ്. ആ CV ആ കുട്ടി പല പ്ലാറ്റ്ഫോംസിലും കമ്പനീസിൽ അയച്ചു കൊടുക്കുന്ന സമയത്താണ് ആ കുട്ടിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നത്. ആ ഇൻ്റർവ്യൂ കോൾ വരുന്നതുണ്ടല്ലോ, അത് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻ്റർവ്യൂ കോൾ വന്നാൽ മാത്രമേ നമുക്ക് ഇൻ്റർവ്യൂ കൊടുത്ത് ഒരു ജോലി കിട്ടുള്ളൂ. ഇതാണ് ആക്ച്വലി ഒരു ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതിനുശേഷം സപ്പോസ് നിങ്ങൾ CVയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും സ്കിൽസൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്ന് തന്നെ വിചാരിച്ചോളൂ. ഇനിയിപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവറിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഡോറ് തുറന്ന് ആ ഇൻ്റർവ്യൂവറിൻ്റെ അടുത്ത് വരുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അവിടെ തന്നെ ആക്ച്വലി നിങ്ങൾ 80% സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതായത് നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ ഡ്രസ്സിങ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഒരു ഓവറോൾ ലുക്ക്, ഇതൊക്കെ ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതായത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ ഷോക്കേസ് ചെയ്യുന്നത്, ഇതും ആക്ച്വലി സോഫ്റ്റ് സ്കിൽസിൽ വരുന്നൊരു കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ ഇൻ്റർവ്യൂവറിൻ്റെ മുമ്പിലിരുന്ന് ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഇതെന്തിനാണ് ചോദിക്കുന്നതെന്ന് അറിയോ? നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്യാനാണ്. അവിടെ നിങ്ങൾ നല്ല സ്മാർട്ടായി, നല്ല ഹാപ്പിയായി, നല്ല പ്ലസൻ്റായി, നല്ല ജെന്യുവൻ ആയിട്ട് നിങ്ങളെക്കുറിച്ച് ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസും നിങ്ങൾ ആ ഇൻ്റർവ്യൂവറിനെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു ആർ ഇൻ, നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഈ ഒരു സ്റ്റേജിൽ എത്താത്തത് കൊണ്ടാണ് 98% ആൾക്കാരും റിജക്റ്റ് ആയി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സോഫ്റ്റ് സ്കിൽസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇന്റേൺസ് ഗ്ലോബൽ വഴി നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽ എന്ന ട്രെയിനിങ് പ്രോഗ്രാം ഫ്രീ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. കാരണം നമുക്കറിയാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഈ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോഫ്റ്റ് സ്കിൽസിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏതൊരു പ്രൊഫഷണൽ കോഴ്സും ചൂസ് ചെയ്യാം. കാരണം സോഫ്റ്റ് സ്കിൽസിൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഫഷണൽ സ്കിൽ. നിങ്ങൾ ഈ ഇൻ്റർവ്യൂവിനൊക്കെ വന്നു, എല്ലാം ക്ലിയർ ചെയ്ത് ആ പ്രൊബേഷൻ പീരീഡിൽ നിങ്ങൾ പഠിച്ച സ്കില്ല് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷണൽ കോഴ്സും കൂടെ ചൂസ് ചെയ്യാം. ദെൻ വിൽ ഹെൽപ്പ് യു ടു ഗെറ്റ് ഇൻ ടു യുവർ ഡ്രീം ജോബ്. That's all for today. Suhayla Hashim signing off. Thank you so much.